നമ്മുടെ ആരാധനയുടെ പ്രത്യേകത മാർത്തോമാ സഭയായി സന്ദർശന സംഘ ദിനമായിട്ട് കൊണ്ടാടുകയാണ്. ആരാധനയിൽ സഹായിച്ചത് സന്ദർശന സംഘങ്ങളാണ്. വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷിബു സാറാണ്. ദൈവം വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. വചന ശുശ്രൂഷയ്ക്ക് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. അടുത്ത ഞായറാഴ്ച 8:30 മണിക്കാണ് നമ്മുടെ വിശുദ്ധ കുർബാന. 8 മണിക്ക് മുമ്പ് തന്നെ തിരുമേനി പള്ളിയിലെത്തുന്നതാണ്. അതിൻ്റെ കൽപ്പന ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വായിക്കും. കുർബാനയ്ക്ക് ശേഷം വായിക്കുന്നതാണ്. വാഹനങ്ങളൊന്നും തന്നെ ദേവാലയത്തിൽ പ്രവേശിക്കത്തില്ല, അങ്കണത്തിൽ പ്രവേശിക്കുകയില്ല. തിരുമേനിയുടെ വാഹനം മാത്രമേ ഇവിടെ പ്രവേശിക്കുകയുള്ളൂ. അത് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി വോളണ്ടിയേഴ്സിനെ ക്രമീകരിച്ചിട്ടുണ്ട്. താഴെയും ഈ ഗേറ്റിലുമായി ക്രമീകരിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ വാഹനം പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഗേറ്റ് അടയ്ക്കും. ഒരാൾക്ക് കയറാനുള്ള വഴി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. പ്രായമുള്ളവരും നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും വരുമ്പോൾ അവർക്ക് ഈ ഗേറ്റിലൂടെ ഇവിടെ ഈ വാതിലിൻ്റെ അവിടെ ആളുകളെ ഇറക്കിയ ശേഷം വാഹനം തിരിച്ച് സൈഡിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നടന്നു കയറാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അത് ക്രമീകരണങ്ങൾ ചെയ്യണം. രണ്ടാമത്, കുടുംബദിനത്തിൻ്റെ കവറുകൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ വരുമാനമാണ്. എന്നാൽ 1 മാസത്തെ വരുമാനം സമർപ്പിക്കുന്നവരുമുണ്ട്. അത് നിങ്ങളുടെ മനസ്സുപോലെ നമുക്ക് സമർപ്പിക്കാം. എന്നാൽ ഏകദിന വരുമാനം എന്നാണ് ആ കവറിൽ എഴുതിയിരിക്കുന്നത്. ആരാധന മധ്യേ അത് സമർപ്പിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ജന്മദിനം വിവാഹ വാർഷികം കഴിയുമ്പോൾ കവർ സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഗൃഹനായകനോ ഗൃഹനായികയോ ആ ഭവനത്തിൽ നിന്ന് മുതിർന്ന ആൾ എഴുന്നേറ്റ് നിന്ന് വരിയായിട്ട് വന്ന് ആ കവർ സമർപ്പിക്കണം. അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷ തിരുമേനി അത് ക്രമീകരിക്കും. ഫ്രണ്ടിൽ നമ്മൾ 2 വരി കസേര ഇടുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ടിലിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് 2 വരി കസേര ഇടും. ഏതാണ്ട് 30 കസേരകൾ 30-40 കസേരകൾ സ്ഥല സൗകര്യാർത്ഥം ഇടുന്നതാണ്. അത് ആദ്യ കുർബാന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളാണ് ആ കസേരയിലിരിക്കുന്നത്. ബാലൻസ് ഉള്ളതിൽ ഇടവ ചുമലക്കാർ ഇരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ പേരൻസിന് പ്രത്യേകം റിസർവ് ചെയ്തിട്ടില്ല. പിന്നീട് ബെഞ്ചിൽ പേരൻസിന് ആദ്യം വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കാം. ഇരിക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. അപ്പോൾ തിരുമേനി പറയും, ഓരോ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളും തലകൊടുന്ന പിതാവും മുമ്പോട്ട് വരാൻ പറയും. അപ്പോൾ 3 മുതൽ 7 വരെയുള്ള ആളുകൾക്ക് സംബന്ധിക്കാം. അതായത് ഒരു വീട്ടിൽ ഒരു വല്യപ്പൻ കാണും, ഒരു വല്യമ്മ കാണും, ഒരപ്പൻ കാണും, ഒരമ്മ കാണും. ചിലപ്പോൾ പിന്നെ ആദ്യ കുർബാനയ്ക്ക് എഴുതുന്ന കുഞ്ഞുങ്ങൾ 5. ചിലപ്പോൾ മുതിർന്ന 2 പേരൂടെ ആ വീട്ടിലെ മക്കളായിട്ട് ചേട്ടന്മാരോ ചേട്ടത്തിമാരോ മുതിർന്ന 2 പേരുണ്ടെങ്കിൽ അവർക്കൂടെ പങ്കെടുക്കാം. അങ്ങനെ 3 മുതൽ 7 വരെ ആളുകൾക്കാണ് അതിൽ പങ്കെടുക്കുന്നത്. അല്ല, കുടുംബാംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കാൻ അവസരമില്ല. ആ കുഞ്ഞുങ്ങളോടൊപ്പം മാതാപിതാക്കൾ ചിലപ്പോൾ 3 പേരാകാം, ചിലപ്പോൾ 5 പേരാകാം, ചിലപ്പോൾ 7 പേരാകാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു 4-5 ലൈൻ കഴിഞ്ഞ ശേഷമേ പബ്ലിക്കിന് വരാൻ അവകാശമുള്ളൂ. പബ്ലിക്ക് വരുമ്പോൾ ആ കുടുംബത്തിലെ ഗൃഹനായകനോ ഗൃഹനായികയോ വരുമ്പോൾ ആ കൂട്ടത്തിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് വരാം. ആ വരാനുള്ള സൗകര്യാർത്ഥം ഇരിക്കുന്നതും അങ്ങനെ ആയിരിക്കണം. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ കുടുംബമായിട്ടിരുന്നാൽ കുടുംബമായിട്ട് നമുക്ക് സംബന്ധിക്കാം. അപ്പോൾ 100% നമുക്കത് വിജയിക്കുവാൻ സാധിക്കത്തില്ല. ഇനി ചിലപ്പോൾ ഒരു കുടുംബത്തോടൊപ്പം നമുക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. സിംഗിളായിട്ട് വരുന്ന ധാരാളം ആളുകളുണ്ട്, 2ആയിട്ട് വരുന്ന ആളുകളുണ്ട്, ഏറ്റവും ലാസ്റ്റിൽ പോയി നിൽക്കുന്ന ആളുകൾ കാണും. അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ആഴ്ചത്തെ ക്രൗഡ് ആ രീതിയിലായതുകൊണ്ട് നിങ്ങൾ ക്രമീകൃതമായി വന്നാൽ മതിയാകും. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. അടുത്ത ആഴ്ചത്തെ അങ്ങനെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്നുള്ള സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആരാധനയ്ക്ക് ശേഷം അനൗൺസ് ചെയ്യുന്നതാണ് എന്നുള്ള പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോൾ ഷിബു സാറ് വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. ഇടവക വികാരി ബഹുമാന്യനായിട്ടുള്ള ഗീവർഗീസ് തോമസ് അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായിട്ടുള്ള ദൈവം ഒരു വിശുദ്ധ ദിവസം കൂടെ നമ്മുടെ ആയുസ്സിനോട് കൂട്ടി, ഒരു വിശുദ്ധ ദിവസം കൂടെ ആരോഗ്യത്തോട്, ബലത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോടെ ദേവാലയത്തിലായിരിക്കുവാൻ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം സർവശക്തനായിട്ടുള്ള ദൈവം നമുക്ക് അവസരം പ്രദാനം ചെയ്തു. ഇന്നത്തെ ആരാധന മധ്യേ ദൈവവചനമായി നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും പദവിയും തന്ന
സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞ് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാന്യനായിട്ടുള്ള അച്ഛനോടും ഇടവ മിഷൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പരസ്യ ആരാധനയിൽ കൂടി, ആദ്യത്തെ ശുശ്രൂഷയിൽ കൂടി നാം മനസ്സിലാക്കി. ഇന്ന് മാർത്തോമാ സഭയായി മാർത്തോമാ സുവിശേഷ സന്നദ്ധ സംഘത്തിൻ്റെ ദിനമായി വേർതിരിച്ച് ആരാധിക്കുന്ന ദിവസമാണ്. ആ ആരാധനയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം സർവശക്തനായിട്ടുള്ള ദൈവം നമുക്ക് അവസരം പ്രദാനം ചെയ്തു. തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു ഭാഗ്യാവസ്ഥയാണ്. ഈ അവസരം നമ്മുടെ മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യം നാം അറിഞ്ഞിരിക്കണം. ഒരു നൂറ്റാണ്ടിന് മുമ്പ്, അതായത് 1924 ഈ സംഘം രൂപീകൃതമായത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തു നമ്മൾ എബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തോടുകൂടി സഭയിൽ ആരംഭിച്ച ആത്മീക സുവിശേഷ സംഘടനയാണ് ഈ സംഘം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്നത്തെ മാർത്തോമാ മെത്രാപ്പോലിത്ത തീത്തൂസ് രണ്ടാമൻ തിരുമേനിയാണ് കൽപ്പന മുഖാന്തരം എല്ലാ ഇടവകയിലും ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമാകണം എന്ന് അറിയിച്ച് അതിൻ പ്രകാരമാണ് ഇങ്ങനെ ഒരു സംഘടന രൂപം കൊണ്ടത്. ഈ സംഘടനയുടെ ആദ്യകാല പ്രസിഡന്റിനെ പറ്റി പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തു. ബഹുമാന്യനായിട്ടുള്ള CP പീലിപ്പോസ് കശീഷയായിരുന്നു ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഇതിന് നേതൃത്വം നൽകിയ ഉപദേശം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള സാധു കൊച്ചിൻ ഉപദേശി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ യാത്ര 100 വർഷം പിന്നിട്ടു. കഴിഞ്ഞ വർഷം നമ്മൾ ശതാബ്ദി വർഷമായി വേർതിരിച്ച് ദൈവത്തെ ആരാധിച്ചു. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ട് രണ്ടാമത്തെ നൂറ്റാണ്ടിലെ ആദ്യത്തെ സംഘദിനത്തിൽ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിച്ചവരാ. സംഘത്തിൻ്റെ 2 നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുവാൻ ഒന്നാമത്തെ നൂറ്റാണ്ടിലും രണ്ടാമത്തെ നൂറ്റാണ്ടിലും അതിൻ്റെ പ്രവർത്തനത്തിന് ഭാഗമാകുവാൻ ഭാഗ്യം ലഭിച്ചവരാ. തീർച്ചയായിട്ടും അത് ജീവിതത്തിലെ വലിയ ഭാഗ്യാവസ്ഥയാണ്. സംഘത്തിൻ്റെ ആപ്തവാക്യത്തെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ മാർത്തോമാക്കാരനും ഒരു സുവിശേഷകനാണ്. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സുവിശേഷകരായി ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഈ വർഷത്തെ സംഘദിനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആപ്തവാക്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ മാർത്തോമാക്കാരനും സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷണത്തിൻ്റെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാനമായിട്ടുള്ള സന്ദേശം. ഇന്ന് നമ്മൾ 4 വേദഭാഗങ്ങൾ ഇവിടെ ആരാധനാ മധ്യേ വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാം പാഠമായിട്ട് വായിച്ചത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അതിൻ്റെ 7-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. 2-ാം പാഠമായിട്ട് വായിച്ചത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. മൂന്നാമതായിട്ട് ഞാൻ ലേഖന ഭാഗമായി ഇവിടെ വായിച്ചത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. അതിനുശേഷം അച്ഛൻ സുവിശേഷം വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു. നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി തീരുന്നത് എന്താണ് സുവിശേഷം, ആരാണ് ഒരു സുവിശേഷകൻ, ഒരു സുവിശേഷൻ്റെ പ്രവർത്തനം എന്താണ്, എങ്ങനെയാണ് മാതൃകയുള്ളവനായിട്ടൊരു സുവിശേഷം ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് വളരെ വ്യക്തമായി ഈ ഭാഗങ്ങളിൽ 4 ഭാഗങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 4 ഭാഗവും ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഒരു ഭാഗം മാത്രം, ലേഖന ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഞാനിവിടെ വായിച്ച അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ആരും വായിക്കേണ്ട, ഞാൻ പറയാം. അത് ശ്രദ്ധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം. ഒരു ക്രിസ്ത്യാനി യഥാർത്ഥമായിട്ടൊരു സുവിശേഷകനായി തീരണം. ഒരു സുവിശേഷനായി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രാവർത്തികമാക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മകനെ, ക്രിസ്തു യേശുവിൽ നിന്റെ കൃപയാൽ ശക്തിപ്പെടുക.
ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുന്നവനായിരിക്കണം. അപ്പോൾ എന്താണ് കൃപയെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർഹിക്കാത്ത ദൈവത്തിൻ്റെ കരുണയാണ് കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാം ഒരിക്കലും അർഹിക്കാത്ത ദാനങ്ങളാണ് ദൈവം ദിവനന്തോറും നമുക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് ദാനം ചെയ്യുന്ന ഈ കരുണയാണ് യഥാർത്ഥമായിട്ടുള്ള കൃപ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസാണ് കൃപ എന്തെന്ന് തൻ്റെ ജീവിതത്തിൽ കൂടി നമ്മെ വരച്ചു കാണിച്ചത്. നമുക്കറിയാം, അപ്പോസ്തലനായിട്ടുള്ള വിശുദ്ധ പൗലോസ് മരിച്ചിട്ടും ഇന്നും ജീവിക്കുന്ന അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ് ലീഗ. നമുക്കറിയാം, സുവിശേഷ ഭാഗം വായിക്കുന്നതിന് മുമ്പായിട്ട് ഏത് ആരാധനയിലും പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ ഒരു ഭാഗം വായിച്ചതിന് ശേഷമാണ് സുവിശേഷ ഭാഗം വായിക്കുന്നത്. അപ്പോൾ സുവിശേഷ ഭാഗത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെപ്പറ്റി പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മിഷണറി ആയിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ ഏതോ ബുദ്ധിമുട്ടുകൾ തന്നെ ദിനം തോറും നിമിഷം തോറും കുത്തി നോവിക്കുന്ന ഏതോ മുള്ളു, ഏതോ രോഗം പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ രോഗം മാറുവാൻ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ രോഗത്തിന് ദൈവം സൗഖ്യം കൊടുത്തില്ല. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ നമ്മുടെ രോഗം മാറുന്നതിന് വേണ്ടി, പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി, പ്രതികൂലങ്ങൾ മാറുന്നതിന് വേണ്ടി, പ്രതിസന്ധികൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ രോഗസൗഖ്യമായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ മതി, നിൻ്റെ രോഗം നീ നിൻ്റെ ശരീരത്തിൽ വഹിക്കേണ്ടതാണ്. നിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നീ നിലനിൽക്കേണ്ടവനാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശക്തി നിനക്കുണ്ട്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കൃപ. പ്രിയമുള്ളവരെ, കൃപ അനുഭവിക്കാത്തവരാരെങ്കിലും ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ആരുമില്ല. ഇന്ന് ഇവിടെ ദേവാലയത്തിലായിരിക്കും, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ആരോഗ്യത്തോട് ബലത്തോടുകൂടി ഇവിടെ ആയിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ആരാധനയ്ക്കാക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കണം. ഇവിടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ടുള്ള അച്ഛൻ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ പ്രതിവാക്യം ഉച്ചത്തിൽ പറയുവാൻ, വായ് തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നു. പാട്ടുകാരൻ പറയുന്നു, തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനാണ്, നിൻ്റെ സ്തുതികൾ പറയാൻ അല്ലെങ്കിൽ എൻ്റെ അധരങ്ങൾ എന്തിനാണ്? പ്രിയമുള്ളവരെ, ആരാധനയ്ക്കായി ഇവിടെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നാവ് തുറന്ന്, വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിടയായി തീരണം. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ക്രമം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പരസ്യ ആരാധന ക്രമം തന്നിട്ടുണ്ട്. ഒരു വിശുദ്ധ കുർബാനയുടെ ക്രമം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി രാവിലെ വേഷമിടുമ്പോൾ ഈ ആരാധന ക്രമവുമായിട്ട് വേണം ദേവാലയത്തിൽ വരാൻ. ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്രമം അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിവാക്യം പറയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേവലം പ്രതിമകളായിട്ട് മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് നന്ദി പറയുവാൻ, സ്തോത്രം അർപ്പിച്ച് ആരാധിക്കുവാനായിട്ടാണ് ഓരോ വിശുദ്ധ ദിവസവും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് തീമോഥെയോസിനോട് പറയുക, ദൈവത്തിൻ്റെ കൃപയിൽ നീ ശക്തിപ്പെടണം. ഓരോ ദിവസം കഴിയും തോറും എന്തുമാത്രം കൃപകളാണ്, എന്തുമാത്രം ദാനങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം? വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെടുന്നവനായിരിക്കണം. ഓരോ ദിവസം കഴിയും തോറും ഈ കൃപയിൽ വളർന്നു വരുന്നവനായിരിക്കണം ഒരു ക്രിസ്ത്യാനി. അതിനുശേഷം ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ക്രിസ്ത്യാനി യഥാർത്ഥമായി വിശ്വസ്തനായിട്ടുള്ള ഒരു സുവിശേഷകനായിരിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു സുവിശേഷകനാണെങ്കിൽ വേദപുസ്തകം എടുത്തുകൊണ്ട് പോയി സംസാരിക്കണമെന്നല്ല, പ്രസംഗം നടത്തണമെന്നല്ല, അതതിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മൾ സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അതിനോടെന്താ ഒപ്പം തന്നെ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കേണ്ടതുപോലെ ആകുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സുവിശേഷ വേല. ഒരു മാതാവായി ഭവനത്തിലാക്കിയാൽ നീ മാതാവിൻ്റെ ഉത്തരവാദിത്വം ചെയ്യണം. ഒരു പിതാവാണെങ്കിൽ പിതാവിൻ്റെ ഉത്തരവാദിത്വം ചെയ്യണം. ഒരു ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ ഉത്തരവാദിത്വം. ഒരു ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ, മക്കളാണെങ്കിൽ മക്കളുടെ ഉത്തരവാദിത്വം.
ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ, സ്വകാര്യ കമ്പനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ, കുഞ്ഞുങ്ങളാണെങ്കിൽ, യുവജനങ്ങളാണെങ്കിൽ, നമുക്കെല്ലാവർക്കും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം യഥാർത്ഥമായി ചെയ്യുന്നതാണ് യഥാർത്ഥമായ സുവിശേഷ വേല. അവിടെ എന്താണ് സുവിശേഷമെന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് യഥാർത്ഥമായ സുവിശേഷം. ഈ പ്രസംഗിക്കുന്നതല്ല സുവിശേഷതയില്ല. കർത്താവായ യേശു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്നതാണ് യഥാർത്ഥമായ സുവിശേഷ വേല. അപ്പോൾ ഒരു ക്രിസ്ത്യാനി രണ്ടാമത് എന്തായിരിക്കണം? വിശ്വസ്തനായിട്ടുള്ളൊരു സുവിശേഷകൻ. സുവിശേഷം പ്രസംഗിക്കുന്നവനല്ല, സുവിശേഷമായിട്ട് ജീവിക്കണം, യഥാർത്ഥമായിട്ട് ജീവിക്കണം. യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ കൂടി, നമ്മുടെ പ്രവർത്തനത്തിൽ കൂടി ക്രിസ്തു ആരാന്ന് വരച്ചു കാണിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. രണ്ടാമത് ഒരു ക്രിസ്ത്യാനി ഒരു നല്ല സുവിശേഷകനാകണം. തുടർന്ന് നമ്മൾ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ മൂന്നാമതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു പടയാളിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പടയാളിയായിട്ട് അല്ലെങ്കിൽ ഒരു പോലീസ് സേനയിൽ അംഗമാകണമെങ്കിൽ നല്ല കായികമായിട്ട് നല്ല അധ്വാനമുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യമുള്ളവരെ മാത്രമാണ് അതിന് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 6 മാസം നല്ല പരിശീലനം, കഠിനമായിട്ടുള്ള പരിശീലനം കൊടുക്കും. കഠിനമായിട്ടുള്ള പരിശീലനം കഴിയുമ്പോൾ അവൻ നല്ല കായികമായിട്ട് ആരോഗ്യമുള്ളവനായി, മാനസികമായിട്ട് ആരോഗ്യമുള്ളവനായിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ, ജീവൻ ത്യജിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സന്നദ്ധനാകുന്നവനാണ് ഒരു യഥാർത്ഥ പടയാളി. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ പടയാളിയുടെ വേഷം ധരിക്കണമെന്ന് ഇവിടെ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടുന്നില്ല. നമ്മെ വിളിച്ച വേർതിരിച്ച ഈ ലോകത്ത് ദൈവമാക്കിയിരിക്കുക എന്തായി തീരുവാനായിട്ടാ? നല്ലൊരു പടയാളി. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധക്കളമാണ്, ഒരു യുദ്ധഭൂമിയിലാണ്. നമുക്ക് പോരാട്ടങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാട്ടുകാരൻ പറയുന്നു, ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം. ഒന്ന് പാടിയേ. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാ പരിചയേന്തണം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാം പരിചയേന്തണം. അരയ്ക്കു സത്യവും നീതി കവചവും, അരയ്ക്കു സത്യവും നീതി കവചവും, രക്ഷയിൻ ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം, രക്ഷയിൻ ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഒരു യുദ്ധക്കളത്തിലാണ്. ഒരു പടയാളിയുടെ വേഷം, ഒരു ആത്മീയ പടയാളിയുടെ വേഷം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം ഓട്ടമോടുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഒരു ക്രിസ്ത്യാനി ഈ പോരാട്ടത്തിലെ ഒരു പടയാളിയുടെ രൂപമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും നമ്മൾ വേദഭാഗത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ക്രിസ്ത്യാനിയെ ഒരു കായിക അഭ്യാസിയുടെ രൂപത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു കായിക താരം നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവന് ചില നല്ല പരിശീലനങ്ങളാണ്. ചിട്ടയായിട്ട് അവൻ പരിശീലിക്കണം. അവനൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, അവനൊരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്. അവൻ ഓടുമ്പോൾ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടെയാണ് അവൻ ഓടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മയും വിളിച്ച് ഇവിടെ ഒരു കായിക താരമായിട്ട് ദൈവം ആക്കിയിരിക്കുക. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെയാണ്? നമ്മുടെ ജനനമാണ്. നമ്മുടെ ഫിനിഷിംഗ് ലൈൻ എവിടെയാണ്? മരണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള യാത്ര ഒരു പാത്തിൽ കൂടി, ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടി, ഒരു ട്രാക്കിൽ കൂടി നമ്മൾ ഓടണം. ആ വാക്യത്തിൻ്റെ പിന്നീട് പറയുന്നു, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടം ലഭിക്കുകയില്ല. ഈ ലോകത്തിലെ ആയുസ് നമ്മൾ എങ്ങനെയെങ്കിലും ഓടിത്തീർത്താൽ ഒരിക്കലും കിരീടം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുകയില്ല. ഈ ലോകത്തിലെ ഒരു ഓട്ട മത്സരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ കായിക താരം ഓട്ടം ആരംഭിക്കുന്നു. ഏറ്റവും വേഗതയോടെ ഓടി ആരാണോ ഫിനിഷിംഗ് ലൈനിൽ
ടച്ച് ചെയ്യുന്നത് അവനാണ് സമ്മാനം കിട്ടുന്നത്. ആ ട്രാക്കിൽ കൂടെ ഓടണം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ വേഗതയോട് ഓടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അച്ചടക്കത്തോട് കൃത്യമായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ട്രാക്ക് ഏതാണെന്ന് മനസ്സിലാക്കി ആ ട്രാക്കിൽ വിശ്വസ്തയോട് ഓടി തീർക്കുമ്പോൾ ദൈവം നമുക്ക് കിരീടം ദാനം ചെയ്യും. ഈ ലോകത്തിൻ്റെ കിരീടങ്ങളെല്ലാം ഇല്ലാതാകുന്ന വാടുന്ന കിരീടമാണെങ്കിൽ നിനക്ക് ദൈവം തരുന്ന കിരീടം വാടാത്ത കിരീടം നൽകുവാൻ തക്കോണം ദൈവം കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രത്യേക ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ വേഗതയോടെ ഓടാനായിട്ടല്ല ദൈവം പറയുന്നത്. ആ ട്രാക്കിൽ കൃത്യതയോടെ അച്ചടക്കത്തോട് ഓടി നീ ഓട്ടം തീർക്കുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല സമ്മാനം ലഭിക്കുന്നത്. ആരാണോ കൃത്യതയായിട്ട് ഓടി ആ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്നത് അവർക്കെല്ലാം നിത്യമായിട്ടുള്ള സമാധാനവും സമ്മാനവും തരുവാൻ ദൈവം ഇന്നും സന്നദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ നാലാമത് ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം? ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു കായികാഭ്യാസിയുടെ റോളാണ്. അച്ചടക്കത്തോടെ ഈ ലോകത്തിലെ ഓട്ടം ഓടിത്തികയ്ക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യാനി. വീണ്ടും നമ്മൾ വേദഭാഗത്തിലേക്ക് പോകുമ്പോൾ അവസാനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ഒരു യഥാർത്ഥമായ കർഷകൻ്റെ രൂപമാണ്. ഒരു കർഷകൻ ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം കർഷക കുടുംബത്തിൽപ്പെട്ടവരാണ്. ഒരു കർഷകൻ എന്ത് ചെയ്യണം? നിലം നന്നായിട്ട് ഒരുക്കണം. നന്നായിട്ട് ഒരുക്കിയിട്ട് വിതയ്ക്കേണ്ട സമയത്ത് നല്ല വിത്ത് വിതയ്ക്കുന്നവനായിരിക്കണം. വിതച്ചിട്ട് ആ വിത്ത് വിതച്ച് അത് കിളിർത്ത് വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വളവും വെള്ളവും കൊടുത്ത് പരിചരിച്ച് അതിൽ ഫലം കിട്ടുന്നിടം വരെയും കാത്തിരിക്കണം. ഒരു യഥാർത്ഥമായ കർഷകൻ അച്ചടക്കത്തോടുകൂടി തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോട് ചെയ്തിട്ട് ഫലം കാത്തിരിക്കുകയാണ്. ഫലം കിട്ടുമ്പോൾ ആദ്യമായിട്ട് ആ ഫലം അനുഭവിക്കേണ്ട ആരാണ്? ആ കർഷകൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുക, നല്ല കർഷകരായിട്ടാക്കിയിരിക്കുക. നാം വിതയ്ക്കുന്നത് നന്മയാണെങ്കിൽ തീർച്ചയായിട്ടും നാം വിളവെടുക്കുന്ന എന്താണ്? നന്മ തന്നെ വിളവെടുക്കും. നാം വിതയ്ക്കുന്നത് തിന്മയാണെങ്കിൽ തിന്മ വിളവെടുക്കും. രണ്ടിനുമുള്ള സാധ്യത ദൈവം നമുക്ക് തന്നിരിക്കുക. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചിട്ട് നാം തിരഞ്ഞെടുക്കേണ്ട എന്താ? നന്മ വിതയ്ക്കുന്നവരായി തീരണം. നന്മ വിതച്ചു കഴിഞ്ഞാൽ നന്മ കൊയ്തെടുക്കാം. നന്മ കൊയ്തെടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനം കുറിക്കുകയാണ്. ഇവിടെ യഥാർത്ഥമായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം? ദിനംതോറും ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെടണം. ഓരോ ഞായറാഴ്ച ആരാധനയ്ക്ക് വേർതിരിച്ച് ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി ആരാധിക്കണം. വായ് തുറന്ന് ദൈവത്തെ ആരാധിക്കണം. ഇളമ്പൽ യെരൂശലേം മാർത്തോമ വളരെ വലിയൊരു ദേവാലയം ദൈവം നമുക്ക് തന്നിരിക്കുക. ഈ ദേവാലയം പ്രകമ്പനം കൊള്ളണം. നമ്മുടെ ആരാധനയിൽ പലപ്പോഴും ആരാധന ശ്രദ്ധിക്കുമ്പോൾ ലീഡർഷിപ്പ് നൽകുന്ന അച്ഛൻ്റെ ശബ്ദം മാത്രമാണ് ഇവിടെ കേൾക്കാൻ ഉയരുന്നത്. എന്നാൽ 250-300 പേര് നമ്മളിവിടെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ഞായറാഴ്ച തരുമ്പോൾ ഈ കൃപയിൽ ശക്തിപ്പെട്ടിട്ട് ദൈവത്തെ വായ് തുറന്ന് ആരാധിക്കുന്നവനാകണം. രണ്ടാമത്, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യഥാർത്ഥമായിട്ടൊരു സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, സുവിശേഷകനായിട്ട് ജീവിക്കുക, സുവിശേഷമായിട്ട് ജീവിക്കുക. 3, ഈ ലോകം യുദ്ധക്കളമാണ്. ഇവിടെ നമ്മളെ ആക്കിയിരിക്കുന്നു യഥാർത്ഥ പടയാളിയായിട്ട് മാത്രമാണ്. 4, ഒരു കായികാഭ്യാസിയായിട്ടൊരു കായിക താരത്തിൻ്റെ റോളിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. 5, യഥാർത്ഥമായിട്ടുള്ളൊരു കർഷകൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഓട്ടം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓടാം. ആ ഓട്ടത്തിൻ്റെ അവസാനം നല്ലതായിരിക്കുകയില്ല. യഥാർത്ഥമായിട്ടുള്ള ട്രാക്കിൽ കൂടി ഓടിയാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് സാധ്യമായി തീരും. അങ്ങനെ ഒരു വാഴാത്ത കിരീടം പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥന കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും. നിശ്ചയിക്കപ്പെട്ട ആളിന് ഈ സമയത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി ദൈവാലയത്തിൽ കടന്നവരെല്ലാം മക്കളെ ഒരിക്കലായി സാധ്യമാവേ നമ്മുടെ അച്ഛനെയും കുടുംബാലയത്തിനൊക്കെ ഉജ്ജനമായ ശേഷിദാസിനെ ബലപ്പെടുത്തല്ലോ. യേശുക്രിസ്തുവിന്റെ കൃപയെ ശക്തിപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് മനസ്സിനെ മധ്യവസ്കരോട് മനസ്സിലണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കളോട് മനസ്സിലണമേ. കടന്നു വന്ന എല്ലാ മക്കളും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഭാരത്തോട് വന്ന മക്കളുണ്ട്,
നിരാശയോടെ കടന്നു വന്ന മക്കളുണ്ട്, ആരെയും വെറുതെ അയക്കരുത്. കർത്താവേ ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന